അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതു ചുമലിൻ്റെ ഭാഗത്ത് പ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പത്തിൽ അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു മാംസകഷ്ണമുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ രോമങ്ങളുമുണ്ടായിരുന്നു. അതാണ് ഖാതമുൻ നുബുവ, നുബൂവത്തിൻ്റെ മുദ്ര, പ്രവാചകത്വത്തിൻ്റെ മുദ്ര. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ തന്നെ ആ അടയാളമുണ്ടായിരുന്നോ, അതല്ല പിന്നീടുണ്ടായതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ഷറഹു ഷമാഇലിൻ നബി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഷഖ്ഖു സദർ, ഹൃദയം പിളർന്ന ആദ്യ സംഭവത്തിന് ശേഷമാണ് ഈ ഖാതമുൻ നുബുവ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. മുൻ വേദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അടയാളത്തെ പറ്റിയുള്ള പരാമർശമുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം ഖാതമുൻ നുബുവ, പ്രവാചകത്വത്തിൻ്റെ മുദ്ര തേടി നടക്കുന്നതും അന്വേഷിക്കുന്നതും അത് കാണുന്നതുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു ചുമലുകൾക്കിടയിലാണ് ഈ പ്രവാചകത്വത്തിൻ്റെ മുദ്രയുള്ളത്. ഇരു ചുമലുകൾക്കിടയിലെന്ന് പറഞ്ഞാൽ ഒത്ത നടുവിലല്ല, മറിച്ച് ഇടത് ചുമലിനോട് കുറച്ചുകൂടി ചേർന്നിട്ടാണ് ആ അടയാളമുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഒരാളായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ ഉമ്മയുടെ സഹോദരി എന്നെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് നബിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ സഹോദരി പുത്രന് രോഗമാണ്. ആ രോഗവിവരം നബിയെ അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ തലയിൽ തടവി, സായിബ് റളിയല്ലാഹുവിൻ്റെ തലയിൽ തടവി. എന്നിട്ട് അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് സായിബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, 90 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു എന്നാണ്. പ്രായത്തിൻ്റെ ആ ഒരു അവശതയും ക്ഷീണവും തളർച്ചയും ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്നൊക്കെ നമുക്ക് വായിക്കാം. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ നുബുവത്തിൻ്റെ മുദ്ര, പ്രവാചകത്വത്തിൻ്റെ മുദ്ര ഞാൻ കണ്ടു എന്ന് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഖാതമുൻ നുബുവയുടെ രൂപം ഒരു പ്രാവിൻ്റെ മുട്ടയുടെ ഷേപ്പിലാണ്, ആകൃതിയിലാണ്. ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾക്കുള്ള അതേ നിറം തന്നെയാണ് ആ ഖാതമുൻ നുബുവക്കും ഉള്ളത്. നിറത്തിൽ മാറ്റമൊന്നുമില്ല. അത് കറുപ്പ് നിറത്തിലാണെന്നും പച്ച നിറത്തിലാണെന്നുമുള്ള പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. എന്നാൽ അതിനൊന്നും സ്വഹീഹായ ഹദീസിൻ്റെ പിൻബലമില്ല എന്ന് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ഷമാഇലുൻ നബി അതിൻ്റെ ഷർഹിൽ പറയുന്നുണ്ട്. ശരീരത്തിൽ നിന്നൊരു അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു മാംസകഷ്ണമാണത്. അഥവാ കണ്ണ് കാണാത്ത ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറം തടവുകയാണെങ്കിൽ അയാൾക്കും ആ അടയാളം ശരിക്ക് തിരിച്ചറിയാൻ കഴിയും. ആ അടയാളത്തിൻ്റെ മുകളിലൂടെ തടവുമ്പോൾ അയാൾക്കും ആ അടയാളം തിരിച്ചറിയാൻ പറ്റും. ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നുണ്ട്, ആ ഖാതമുൻ നുബുവയിൽ, പ്രവാചകത്വത്തിൻ്റെ മുദ്രയിൽ അള്ളാഹുവിൻ്റെയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയോ പേരൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട്, എന്നാൽ അതൊന്നും ശരിയല്ല. അങ്ങനെ എഴുതിയതായിട്ടൊന്നും സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ്. ഏതായാലും ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഷഖ്ഖു സദർ, ഹൃദയം പിളർന്ന സംഭവം ആദ്യമായിട്ട് സംഭവിച്ചല്ലോ. 2 തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതിലാദ്യ സമയം ഷഖ്ഖു സദർ നടന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഇത് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു ആലം. ഏതായാലും ഈ ഒരു
അടയാളം, അത് നുബുവത്തിൻ്റെ അടയാളമാണ്, നുബുവത്തിനുള്ളൊരു തെളിവാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.